ഗൈസ് വെൽക്കം ബാക്ക്. നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ ഹെഡ് കോച്ച് റൂബൻ അമോറിമിൻ്റെ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നായിരുന്നു ഇപ്സ്വിച്ച് ടൗണുമായിട്ട് എവേ മാച്ച്. അത് 1-1 ഡ്രോയിൽ അവസാനിച്ചിട്ടുണ്ട്. കളിയുടെ ഗെയിമിൻ്റെ പുരോഗതി എന്താണെന്ന് പറയാനിപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഫസ്റ്റ് 30 മിനിറ്റ്സൊക്കെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. മാറിയിട്ടുണ്ട്, കളി സ്റ്റൈലൊക്കെ ഫുള്ള് മാറിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മിനിറ്റിൽ ഗോളൊക്കെ അടിച്ചപ്പോൾ വിചാരിച്ചത് വേറെ ലെവലാവുന്നു. അതിൽ അമാദിൻ്റെ റണ്ണും ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഗോള് പറഞ്ഞിട്ട് തുടങ്ങാം. അടിപൊളി ഗോളായിരുന്നു. നമ്മുടെ ഹാഫിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയ ബോളായിരുന്നു. കട്ട് ചെയ്ത് അമാദിൻ്റെ ഒരു റണ്ണിൽ നല്ലൊരു ക്രോസ് വെച്ച് കൊടുത്തു. റാഷ്ഫോർഡ് കറക്റ്റായിട്ട് അത് ഫിനിഷ് ചെയ്തു. അതായത് റാഷ്ഫോർഡിനെ സ്ട്രൈക്കർ പൊസിഷനിൽ കളിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ റാഷ്ഫോർഡായിരുന്നു സ്ട്രൈക്കറായിട്ട് ഇറങ്ങിയത്. അത് ഗോൾ അടിച്ച് അവന് അമോറിമിന് ഒരു സാധ്യത, അതായത് വരും ഗെയിമുകളിൽ ഞാൻ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു ഇത് കാണിച്ചു കൊടുത്തു. പക്ഷേ ഇപ്സ്വിച്ച് ടൗൺ പ്രതീക്ഷിച്ച പോലെയല്ല. അവന്മാർ പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രസ്സായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ അതായത് കഴിഞ്ഞ മാച്ചിൽ ടോട്ടൻഹാമിനെ തോൽപ്പിച്ചത് അവരായിരുന്നു. അതായത് സ്പേഴ്സിൻ്റെ ഹോം എന്നാണ് ഇപ്സ്വിച്ച് തോൽപ്പിച്ചത്. അപ്പോൾ ഭയങ്കര പ്രസ്, അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഗോളും പൊളി ഗോള്, ഒന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കളിയിൽ ഏറ്റവും മികച്ച നിന്നെന്ന് എടുത്തു പറയാനുള്ളത് ഒനാന. ഔട്ട് ക്ലാസ് പെർഫോമൻസ് എന്ന് പറയേണ്ടി വരും. രണ്ട് സേവുകളായിരുന്നു ഡിലാപ്പിൻ്റെ തന്നെ രണ്ടും. ഒന്ന് ഓപ്പൺ പോസ്റ്റിലാണ് ഡിലാപ്പിൻ്റെത് സേവ് ചെയ്തത്, രണ്ടാമത്തത് ബാക്ക് ഹീൽ, നല്ല അടിപൊളി ബാക്ക് ഹീൽ, അതും ഒനാന സേവ് ചെയ്തു. പിന്നെ അവരുടെ ഗോൾ കയറിയത് അതൊരു വല്ലാത്തൊരു ഗോളാണ്. ഇപ്പോൾ ചെറിയൊരു ഡിഫ്ലക്ഷനിലാണ് കയറിയത്. നല്ല എന്താണ്, ഒരു ചെറിയ പയ്യനാണ് ഗോളടിച്ചത്. അവൻ നല്ലൊരു കേളിങ് ഷോട്ടിൽ മസ്റൂയി അതൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്കി, ചെറിയൊരു ഡിഫ്ലക്ഷനിൽ കയറിപ്പോയി. ഒനാന കറക്റ്റ് ചാടിയിരുന്നു, പക്ഷേ ആ ഡിഫ്ലക്ഷനിൽ അത് ഹൈ കയറി ടോപ്പ് കോർണറിലേക്ക് ഗോൾ കയറി. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, 1-1 ആയി. സെക്കൻഡ് ഹാഫ് കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ നിന്നും എപ്പോഴാണ് നമുക്കൊരു മോചനം കിട്ടുക എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ അമോറിമിനെ ഒന്നും പറയാനായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഗെയിമാണ്, അഡാപ്റ്റായി. അതായത് നമ്മുടെ പ്ലെയേഴ്സ് ആ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കണം. ഇൻറ്റൻസിറ്റി പ്ലസ് എന്തൊക്കെയോ കാണിക്കാനുണ്ട്, മെൻറ്റാലിറ്റിയൊക്കെ കൊണ്ടുവരാൻ കുറേ ഉണ്ട്. ഇന്ന് പിന്നെ മിഡിന്ന് കളിയേ വന്നിട്ടില്ല. മിഡിൽ ബ്രൂണോനെ ഇന്ന് കണ്ടേയില്ല. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് കുറച്ച് മിനിറ്റ് എങ്ങാനും ബ്രൂണോനെ കാണാൻ പറ്റിയത്. എന്താണ് പറ്റിയത്? ബ്രൂണോയുടെ പൊസിഷൻ ആകെ മാറിയോ? ഒരു ഐഡിയയും ഒന്നും മനസ്സിലായിട്ടില്ല. എറിക്സൺ ആയിരുന്നു ഫുള്ള്. ബ്രൂണോന് പകരം ഇന്ന് എറിക്സൺ ആയിരുന്നു എല്ലാവരുടെയും ഓടി നടന്നത്. ആ എറിക്സണിന് പകരം ബ്രൂണോ അവിടെ എല്ലാവരുടെയും ഓടി എത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, പിന്നെ പോസിറ്റീവായിട്ടുള്ളത് ഷോ തിരിച്ചു വന്നു, ഫ്രഷ് ലെഗ്സിൽ വന്ന് കളിച്ചു, മോശമില്ലാണ്ട് കളിച്ചിട്ടുണ്ട്. സിറിക്സീനെ എടുത്ത് പറയണം. സിറിക്സീന മനസ്സിലാവുന്നില്ല ചങ്ങാതി എന്താണ് കളിക്കുന്നത്, എന്താണ് ഒരു ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ക്രോസ് കൊടുത്തതാണോ ഷൂട്ട് ചെയ്തതാണോ എന്ന് സിറിക്സീൻ ഉടനെ പോയിട്ട് ചോദിക്കേണ്ടി വരും. അമ്മാതിരി എന്തോ ഒരു വെറുപ്പിച്ചൊരു സാധനമായിരുന്നു അത് കൊടുത്തത്. ഗറനാച്ചോനെ എടുത്ത് പറയണം, എപ്പോൾ പാസ് കൊടുക്കണം, എപ്പോൾ ഷൂട്ട് ചെയ്യണം. ചങ്ങായി ഇപ്പോഴും അത് പഠിച്ചിട്ടില്ല. എന്തിനാണ്? നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-on-2 ആയിരുന്നു അത്. 2-on-2ൽ പക്ഷേങ്കിൽ റാഷ്ഫോർഡും ഈ സൈഡിൽ നിന്ന് വന്നു, ഗറനാച്ചോ ബോളും കൊണ്ട് പോകുന്നുണ്ട്. അവനത് ഫസ്റ്റ് ടൈം ഒന്ന് ഇപ്പുറത്തേക്കൊന്ന് റൈറ്റിലേക്കൊന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. റാഷ്ഫോർഡ് കറക്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇവൻ ലാസ്റ്റ് പെനാൽറ്റി ബോക്സിലെത്തി, അടുത്ത ഡിഫൻഡർ അടുത്തെത്തിയപ്പോഴാണ് കൊടുക്കുന്നത്. കറക്റ്റ് ബ്ലോക്ക് ചെയ്തു, സംഭവം മിസ്സായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റാർട്ടിംഗ് ആണ്, ഫസ്റ്റ് മാച്ചാണ്, പക്ഷേ വിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതാണ് ഒരു നല്ലൊരു വിഷമമുള്ളത്. ഒരു വിൻ പ്രൊഡിക്റ്റ് ചെയ്തൊരു മാച്ചായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. 1-1 ആണ്. ഇനി അടുത്ത അമോറിമിൻ്റെ ഫസ്റ്റ് ഓൾഡ് ട്രാഫോർഡ് മാച്ചാണ്, തേഴ്സ്ഡേ നൈറ്റാണ് വരുന്നത് യൂറോപ്പ ലീഗിൽ. പക്ഷേ കളി കുറച്ചുകൂടി എന്തൊക്കെയോ ഒരു മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചും കൂടി മെച്ചപ്പെടാനുണ്ട്. എന്തായാലും സക്സസ് ആവണം, ആയേ മതിയാവുള്ളൂ. അല്ലാണ്ട് എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുക.
അപ്പോൾ ആ പ്ലെയേഴ്സ് കൂടി അതൊന്ന് വിചാരിച്ച് നല്ലൊരു മെൻറ്റാലിറ്റിയിൽ കളിക്കട്ടെ. ഇന്ന് നല്ലൊരു കളി ആയിരുന്നു. പക്ഷേ കുറേ മാറാനുണ്ട്. ഫസ്റ്റ് 30 മിനിറ്റ്സ് മാത്രം കളിക്കുക, പിന്നെ കളിക്കില്ല, അത് ഇവിടെ നടക്കില്ലല്ലോ. ഫുൾ ആ ഒരു കളി വരണം. നല്ല പ്രസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മൗണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് മൗണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഗെയിം നോക്കാം. എന്തായാലും നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ.